ഇനി അർജുനൻ കൃഷ്ണനെ വിവരിക്കുന്നു. അത് സഞ്ജയനം ധൃതരാഷ്ട്രോട് വിവരിക്കുന്നു. ദിവ്യമായ വിശ്വരൂപം, നേത്രങ്ങൾ, മുഖങ്ങൾ അർജുനൻ പ്രാർത്ഥനാരൂപത്തിൽ. ഇത് കേട്ട് വിശ്വരൂപത്തിലുള്ള കൃഷ്ണൻ വിവരിക്കുന്നു. 13-ാം പേജില് അവസാനത്തെ പാരഗ്രാഫ്. ഇത് കേട്ട് വിശ്വരൂപത്തിലുള്ള ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു. ഞാനാണ് കാലം, കാലം ഞാനാണ്. കാലസ്യ അപത്യം പുമാൻ കാലഹ. അപ്പൊ യമധർമ്മരാജാവാരാണ്? കാലം യാമസ്യ അപത്യം പുമാൻ യമഹ. നിമിഷം ഞാനാണ്, കാലം ഞാനാണ്, നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഞാനാണ്. ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ ശക്തി അതും ഈ പ്രപഞ്ചമാണ്. കാലം എല്ലാവരെയും അതാത് സമയത്ത് നശിപ്പിക്കുകയും പുനർസൃഷ്ടിക്കുകയും ചെയ്യുന്നു. അർജുന, ഇവിടെയൊക്കെ കൃഷ്ണന്റെ ശബ്ദമുണ്ടല്ലോ. 2-ാം ഭാവത്തിൽ ഉച്ചത്തില് സൂര്യനും ഗുരുവുമുള്ള മാതിരിയാ. ഉച്ചത്തില് സൂര്യൻ ഉണ്ടാവണമെങ്കിൽ മേടം രാശിയിലായിരിക്കണം ഇത് നടക്കുന്നത്. ഗുരു ഉണ്ടാവണമെങ്കിൽ ഗുരു കർക്കടകത്തിലായിരിക്കണം. ഈ പറയുന്ന സമയത്ത് ആധികാരികമായ ശബ്ദമാണ് ഇവിടെ കൃഷ്ണന്റേത്. ഒരു ഗുരുവിന്റെ ശബ്ദമല്ല, ഒരു ചെറിയ നേതാവിന്റെ ശബ്ദമല്ല, പ്രകൃതിയുടെ ശബ്ദമാണ്. ഐ ആം ദാറ്റ്, ഐ ആം ദാറ്റ് എന്ന് ശക്തമായിട്ട് പറയുന്ന കൃഷ്ണന്റെ സൃഷ്ടി സംഹാരത്തിന് ആധാരമായ ശക്തി. കാലം എല്ലാവരെയും അതാത് സമയത്ത് നശിപ്പിക്കുകയും പുനർസൃഷ്ടിക്കുകയും ചെയ്യും അർജുന. അതുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് ധീരനായ അർജുന, നീ നിന്റെ കർമ്മം അനുഷ്ഠിക്കൂ എന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു. ആ വിശ്വരൂപം കാണിച്ചിട്ട് ആദ്യം കൊടുത്ത നിർദ്ദേശം, യു ഡു യുവർ ഡ്യൂട്ടി, യു ഡു യുവർ ഡ്യൂട്ടി. ബാക്കിയെല്ലാം വിവരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ രൂപം നിന്നെ കാണിച്ചു തന്നത് നീ ചെയ്യേണ്ടത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. അപ്പൊ ഞാൻ വെറുതെ അല്ല എന്റെ രൂപം കാണിച്ചു തന്നത്, നിന്നെ കൊണ്ട് നിന്റെ കർത്തവ്യം ചെയ്യിപ്പിക്കാൻ. കാലത്തിന്റെ ഈ രൂപഭാവങ്ങൾ കണ്ട് അർജുന, നീ ഭയപ്പെടേണ്ടതില്ല എന്നും എന്നും നിർദ്ദേശിക്കും. അത് കാലത്തിന്റെ രൂപഭാവങ്ങൾ കണ്ട് നീ ഭയപ്പെടേണ്ടതില്ല, നീ നിന്റെ കർമ്മം ചെയ്യുക. ഉപാധികളില്ലാതെ അർജുനൻ കൃഷ്ണനെ കീഴടങ്ങി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതായത് അർജുനനെ ശരിക്ക് ഈ കിലുക്കം എന്ന സിനിമയിൽ ഇന്നസെന്റ് പറഞ്ഞു മൂക്കൊണ്ട് വരപ്പിക്കും അല്ലേ? ഇവിടെ അർജുനനെ കൊണ്ട് വരപ്പിച്ചു കൃഷ്ണൻ, മൂക്കൊണ്ട് വരപ്പി. ഇങ്ങനെയൊക്കെ കൂടി ഒന്ന് ചിന്തിക്കുക. അപ്പൊ ഈ കൃഷ്ണനെ കാണുമ്പോ നമ്മൾ ഈ നിറന്ന പീലികൾ നിരക്കവേ കൊത്തി, അത് വേണ്ടെന്നല്ല, അത് മാത്രമാണ് കൃഷ്ണൻ എന്ന് ധരിക്കുക. അത് മാത്രം കഴിഞ്ഞു അമ്മൂമ്മ തലയിൽ ചൊറിഞ്ഞുകൊണ്ട് നേരോകയിൽ കൊതിച്ചിറാമോടു കെട്ടി കരിമുകിലൊത്ത ചികൂര ഭാരം, അതെല്ലാം വേണം. പക്ഷെ അതാണ് കൃഷ്ണൻ എന്ന് ധരിക്കല്ലേ. അതിനേക്കാൾ എത്രയോ എത്രയോ ഉയർന്ന കൃഷ്ണനെ, കൃഷ്ണ നിന്റെ മഹത്വം ഒന്നും അറിയാതെ നിന്നെ കൃഷ്ണ സുഹൃത്തെ യാദവ എന്നെല്ലാം ഞാൻ വിളിച്ചു. അജാനത മഹിമാനന്ദവേദം, ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സജേതി. നിന്റെ മഹത്വം അറിയാതെ ഞാൻ അല്ലയോ കൃഷ്ണ എടോ നായരെ എന്നൊക്കെ വിളിച്ചു, ഒക്കെ കുഴപ്പം കാണിച്ചു. ഇതാണ് അൺകണ്ടീഷണൽ സറണ്ടറിങ്. അൺകണ്ടീഷണൽ സറണ്ടറിങ്. നീയാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ പിതാവെന്ന് ഞാൻ അറിഞ്ഞില്ല കൃഷ്ണ, എന്നോട് ക്ഷമിക്കണമേ. ഈ ഭയാനകമായ രൂപം കണ്ട് നിൽക്കുവാൻ ഞാൻ അശക്തനായതിനാൽ നിന്റെ ശാന്തമായ ചതുർഭുജ രൂപം കാണിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അർജുനൻ പ്രാർത്ഥിക്കുന്നു. ചകിതനായി നിൽക്കുന്ന അർജുനന് വിശ്വരൂപത്തിൽ നിന്ന് ശംഖചക്ര ഗദാധാരിയുടെ രൂപവും ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുക്കുന്നു. ഈ 2 രൂപങ്ങളും ഒരു പുണ്യാത്മാവിന് പോലും ഒരു മാർഗത്തിലൂടെയും കാണുവാൻ സാധിക്കുകയില്ലെന്നും കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു. ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. എന്താ കാരണം? നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അതായത് ഞാൻ നിന്നോട് സത്യം ചെയ്യുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നത് പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇപ്പോ സർവധർമാൻ പരിത്യജ്യ, ബാക്കി കാര്യങ്ങളൊക്കെ നീ മാറ്റിവെക്കുക. എന്നിട്ട് മാമേകം ശരണം വ്രജ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. മാമേകം ശരണം വ്രജ, ഞാനിപ്പോ പറയുന്നത് നീ ചെയ്യുക.
ഞാൻ നിന്നോട് പറയുന്നു, എല്ലാം കൊണ്ടും നീ എനിക്ക് പ്രവേശം. പ്രിയോസി സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നീ ഞാൻ പറയുന്നത് നിന്നെ എല്ലാ പാപത്തിൽ നിന്നും ഞാൻ മോചിപ്പിക്കാം. നിനക്ക് മാത്രമാണ് ഘോരമായ വിശ്വരൂപവും ശാന്തമായ ചതുർഭുജ രൂപവും മനുഷ്യനായി ഞാൻ നിൽക്കുന്ന രൂപവും, 3 രൂപവും ഒരുമിച്ച് നിന്നെ ഞാൻ കാണിച്ചത്. അതിനാൽ കർമ്മബന്ധനമില്ലാതെ കർമ്മമനുഷ്ഠിച്ച് എന്നിലേക്ക് തന്നെ അന്ത്യത്തിൽ വന്നു ചേരുക എന്ന് കൃഷ്ണൻ അർജുനോട് പറയുന്നു. പ്രപഞ്ച ചൈതന്യത്തെ തന്നെ ഈശ്വരനായി കാണുവാൻ സാധിക്കുന്ന ഒരേ ഒരു വീക്ഷണം ഭാരതീയരുടേത് മാത്രമാണ്. അതിനെ ശാസ്ത്രലോകം വ്യക്തമായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ആത്മാഭിമാനകരമാണ്. അടുത്തത് ഭക്തിയോഗം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പരബ്രഹ്മ ചൈതന്യത്തെ ആരാധിച്ചുപാസിക്കുന്ന ഭക്തനാണോ ശ്രേഷ്ഠൻ, അഥവാ ശ്രീകൃഷ്ണ നിന്നെ തന്നെ ഭക്തിയോടെ ആരാധിക്കുന്ന വ്യക്തിയാണോ ശ്രേഷ്ഠനായ ഭക്തൻ എന്ന് അർജുനന്റെ ചോദ്യത്തിന് കൃഷ്ണൻ മറുപടി പറയുന്നു. അർത്ഥം മനസ്സിലായോ? പരമമായ ഈശ്വര ചൈതന്യത്തെ ഉപാസിക്കുന്നവനാണോ അല്ല നിന്നെ ഉപാസിക്കുന്നവനാണോ ഭക്തൻ? പരമാത്മ ചൈതന്യം അവ്യക്തമാണ് അർജുന. ആ പരമാത്മ ചൈതന്യം അചിന്യവുമാണ്, ചിന്തിക്കാൻ പറ്റാത്തതുമാണ്. ആ പരമാത്മ ചൈതന്യത്തെ സാധാരണക്കാർക്ക് ഉപാസിക്കാനും സാധിക്കുകയില്ല. എന്നാൽ എന്റെ രൂപം വ്യക്തമാണ്, എന്റെ ഭാവങ്ങള് വ്യക്തമാണ്. അതുകൊണ്ട് കാഠിന്യമുള്ള പന്ഥാവിലൂടെ അല്ലാതെ എന്നെ ഉപാസിക്കാൻ നിനക്ക് സാധിക്കും. മറ്റേത് പരമാത്മ ചൈതന്യത്തെ ഉപാസിക്കുന്നത് കഠിനമായതാണ്. എന്നാൽ എന്റെ വ്യക്തമായ രൂപഭാവ ഉപാസന കാഠിന്യമുള്ളതല്ല. അതിനാൽ ക്ലേശരഹിതമായ മാർഗമാണ് സാധാരണക്കാർക്ക് എളുപ്പമായി ഭവിക്കുന്നത്. അതിനാൽ ശ്രീകൃഷ്ണ ഉപാസന തന്നെയാണ് ശ്രേഷ്ഠം എന്ന് കൃഷ്ണൻ നേരിട്ട് അർജുനനോട് വ്യക്തമാക്കുന്നു. എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മനിരതനാകാൻ എളുപ്പമെന്ന് മാത്രമല്ല, ഞാൻ എന്റെ ഭക്തനെ ഉദ്ധരിക്കുകയും ചെയ്യും. എല്ലാം കൃഷ്ണനിൽ അർപ്പിച്ച് പ്രവർത്തിക്കാം. എന്നിൽ മനസ്സ് സമർപ്പിച്ച് എന്നെ ധ്യാനിച്ച് എന്നിൽ നിവസിച്ച് നിരന്തരമായ അഭ്യാസം കൊണ്ട് എന്നിലേക്ക് വരാനുള്ള വഴി ഭക്തന് എളുപ്പമായി തീരുന്നതിനാൽ അത് പിന്തുടരുകയാണ് ശ്രേഷ്ഠം. കാരണം അവ്യക്തമായതിനെ ഇമാജിൻ ചെയ്ത്, ഇമാജിനേഷന് ബുദ്ധിമുട്ടാണ്. അവ്യക്തമായതിന്റെ ഇമേജ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇമേജ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇമാജിനേഷനും ബുദ്ധിമുട്ടാണ്. പക്ഷെ കൃഷ്ണന്റെ ഇമേജ് മനസ്സിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ആ ഇമേജ് മനസ്സിലുണ്ടാക്കിയിട്ട് ശ്രീകൃഷ്ണനെ ഉപാസിക്കുക, ഇമാജിനേഷൻ നടത്തുക ബുദ്ധിമുട്ടുള്ളതല്ല. എന്റെ കർമ്മം തന്നെ നിരന്തരം ചെയ്യുന്നവനും എന്നിലെത്തുന്നു. ശ്രീകൃഷ്ണന്റെ കർമ്മം എന്താണ്? ധർമ്മത്തെ സംരക്ഷിക്കുക, സത്യത്തെ സംരക്ഷിക്കുക, പാവപ്പെട്ടവരെ ഉദ്ധരിക്കുക, ജനസേവ, ജനാർദ്ദന സേവ, മാനവ സേവ, മാധവ സേവ, നരസേവ, നാരായണ സേവ. അതുകൊണ്ട് എല്ലാ നന്മകളും ചെയ്യാം. ശ്രീകൃഷ്ണൻ ചെയ്ത നന്മകള് സ്വയം രാജാവാകാതെ എല്ലായിടത്തും ധർമ്മത്തെ പുനഃസ്ഥാപിച്ചു. ശരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റീഷ്യനാണ് ശ്രീകൃഷ്ണൻ. ഏറ്റവും വലിയ പൊളിറ്റീഷ്യനാണ്. അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിച്ച രാജാവിനെ സൃഷ്ടിച്ച ആളാണ് ശ്രീകൃഷ്ണൻ. മഹാഋഷിമാരെ സൃഷ്ടിച്ച ആളല്ല ശ്രീകൃഷ്ണൻ. മഹർഷിമാരെ ശ്രീകൃഷ്ണൻ സൃഷ്ടിച്ചിട്ടില്ല. രാജാക്കന്മാരെയാണ് ശ്രീകൃഷ്ണൻ സൃഷ്ടിച്ചതെന്ന് ശരിക്ക് ഓർമ്മിക്കുക. ശരിക്ക് മഹാഭാരതം ഭരണാധികാരികളുടെ കഥയാണ്. രാമായണം ഭരണാധികാരികളുടെ കഥയാണ്. ഭാഗവതത്തില് ആരുടെ വേണമെങ്കിലും എടുത്തു നോക്കുക. പ്രഹ്ലാദൻ രാജാവായി തീർന്നില്ലേ? ജഡഭരതൻ രാജാവായിരുന്നില്ലേ? ധ്രുവൻ രാജാവായി മാറിയില്ലേ? പ്രാചീന ബർഹിസാരായിരുന്നു രാജാവായിരുന്നില്ലേ? ഗജേന്ദ്രൻ രാജാവായിരുന്നില്ലേ? ദുർവാസാവ് ശപിച്ചതാരെയാ? ആരെയാണ്? അദ്ദേഹം ആരായിരുന്നു? ദ്വാദശി പാരണ വീട്ടി ഇവര് വരുന്നത് വരെ കാത്തിരിക്കാതെ ഭക്ഷണം കഴിച്ച രാജാവായിരുന്നില്ലേ?
രാജാക്കന്മാരുടേതല്ലാത്ത കഥ 18 പുരാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മൾ ധരിക്കുന്നു അമ്പലത്തിൽ പൊളിറ്റിക്സ് പറഞ്ഞാൽ അപകടമാണ്. നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ പൊളിറ്റിക്സാ. നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ രാജഭരണത്തിന്റെയാ. രാജ്യഭരണം എന്ന് വെച്ചല്ല പൊളിറ്റിക്സ്, ഭരിക്കുന്നതല്ലേ പൊളിറ്റിക്സ്. ഇപ്പൊ പൊളിറ്റിക്സ് ഇല്ലാത്ത ഏത് ഗ്രന്ഥമാണ് നമുക്കുള്ളത്? മഹാഭാരതം. ധൃതരാഷ്ട്ര രാജാവായിരുന്നു, പാണ്ഡു രാജാവാണ്, ദുര്യോധനൻ രാജാവായിട്ട് അഭിനയിക്കാൻ പോകുന്നു, ധർമ്മപുത്ര രാജാവായി. എല്ലാമല്ലേ? ശ്രീകൃഷ്ണനെ കർണനെ അംഗരാജാവാക്കി. ശ്രീകൃഷ്ണൻ ദ്വാരകയുടെ രാജാവായിരുന്നു. ശ്രീകൃഷ്ണന്റെ അച്ഛൻ രാജാവായിരുന്നു. കംസന്റെ അച്ഛൻ രാജാവായിരുന്നു. കംസൻ രാജാവായിരുന്നു. എല്ലാം രാജാവിന്റെ കഥയാണ്, അനുഭവങ്ങളാണ്. അപ്പൊ നമ്മൾ ഇന്നും ഓർമ്മിക്കാനുള്ളത്, ധർമ്മത്തിനു വേണ്ടിയാണ് ഭാരതം നിലനിന്നത്. എന്റെ കർമ്മം തന്നെ നിരന്തരം ചെയ്യുന്നവനും എന്നിലെത്തുന്നു. ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണ്. നിരന്തരം ഇരുന്ന് ധ്യാനിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് അറിവ് നേടി അറിവ് കൊടുക്കുക. ഏറ്റവും ശ്രേഷ്ഠമാണ് കർമ്മബലത്യാഗം. എന്താ ഇതിന്റെ അർത്ഥം? നിരന്തരം കർമ്മം ചെയ്യുക. ആ കർമ്മബലം തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യാതെ, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു, അതിന്റെ റിസൾട്ടും റിവാർഡും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിലൂടെ അനന്തമായ ശാന്തി ലഭിക്കുന്നു. കർമ്മബലം ത്യജിച്ചാൽ അനന്തമായ ശാന്തി ലഭിക്കുന്നു. ഇന്നലെ ഒരാള് ഇമെയിലിലൂടെ എന്നെ എഴുതി, സാറാണ് ഏറ്റവും വലിയ വർഗീയവാദിയെന്ന്. എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു. ഞാൻ ഇമെയിൽ അയച്ചു കൊടുത്തു. അപ്പൊ എവറി ക്രിറ്റിസിസം ഈസ് ലൈക്ക് എ സർജറി, എവറി അപ്രീസിയേഷൻ ഈസ് ലൈക്ക് എ മാസേജ്. അർത്ഥം മനസ്സിലായോ? ഏത് വിമർശനവും ഒരു സർജറി മാതിരിയാ, ഓപ്പറേഷൻ മാതിരിയാ. നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ വിമർശനം നല്ലതാ. നമ്മളെ അഭിനന്ദിച്ചു എന്ന് വിചാരിക്കുക, അത് ആയുർവേദത്തിന്റെ പിഴിച്ചില് മാതിരി കുറച്ച് സുഖം കുറച്ച് നേരത്തേക്ക് കിട്ടേയുള്ളൂ. ഇപ്പൊ വിമർശനം നല്ലത്. ഏതിനെയും ഒരേ ഭാവത്തോടു കൂടി കാണാൻ സാധിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നാട്ടുകാരൊന്നും നമ്മളെ സഹായിക്കുന്നില്ല. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നണത്? നമ്മൾ ചെയ്തതിന്റെ ഫലം പ്രതീക്ഷിക്കും. നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുമ്പോ പറ്റുന്നതാണ് നമുക്ക്. പ്രതീക്ഷ കൂടുന്നതിനനുസരിച്ച് ദുഃഖവും കൂടും, അല്ലെ? കാരുണ്യ ലോട്ടറിയിൽ ഒരാൾക്ക് 5 കോടി അയച്ചു, എനിക്ക് 2 കോടി അടിച്ചുള്ളൂ, എനിക്ക് 2 കോടി അടിച്ചുള്ളൂ, മറ്റേ ആൾക്ക് 5 കോടി അടിച്ചു. അപ്പൊ പ്രതീക്ഷ 5 കോടിയായിരുന്നു, അത് കിട്ടാത്തത് കൊണ്ടാണ് 2 കോടി കിട്ടിയപ്പോ ദുഃഖം. 5 കോടി കിട്ടിയില്ലല്ലോ, ഒന്നും പ്രതീക്ഷിച്ചില്ല എന്ന് വിചാരിക്കുക. അപ്പൊ 10 ലക്ഷം കിട്ടിയാലോ എന്ത് സന്തോഷമായിരിക്കും, അല്ലേ? അപ്പൊ സാൻഡ്രോ കാർ എടുത്തിട്ട് ഒരു ആക്സിഡന്റും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ദുഃഖോ സുഖോ? നടന്നു പോയാൽ മതിയായിരുന്നു, ഇത് വേണ്ടായിരുന്നു, അല്ലേ? അപ്പൊ ശരിക്ക് പ്രതീക്ഷകൾ കൂടുന്നതിനനുസരിച്ച് നമ്മൾ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയി താഴെ വീഴുന്നതിനനുസരിച്ച് വേദന കൂട്ടും, അല്ലേ? പരിധിക്കപ്പുറം ഉയർന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ താഴ്ത്തിക്ക് വീണാലും വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞില്ലേ സാമ്പാറിന് കുഴപ്പമില്ല, അതേ കുഴപ്പമൊന്നുമില്ല. മോളിൽ പോയിട്ട് വീണാലാണ് പ്രശ്നം ഉണ്ടാവുന്നത്. കർമ്മത്തിന്റെ ബലത്യാഗം കാരണം അതിലൂടെ കർമ്മത്തിന്റെ ബലം ത്യജിച്ചാൽ അനന്തമായി ശാന്തി ലഭിക്കുന്നു. എന്റേതെന്ന ഭാവമില്ലാതെ, അഹങ്കാരമില്ലാതെ, സുഖദുഃഖങ്ങളെ തുല്യമായി കണ്ട് സ്ഥിരമായ സന്തോഷത്തോടുകൂടി ദൃഢചിത്തനായി എന്നിൽ മനസ്സ് അർപ്പിച്ച് നിലനിൽക്കുന്നവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അവന് ജീവിതത്തിലെ നന്മതിന്മകളും സുഖദുഃഖങ്ങളും ഒന്നും തന്നെ സ്വാധീനിക്കുന്നില്ല. അവന് സുഖവും ദുഃഖവും, ശത്രുവും മിത്രവും, സ്തുതിയും നിന്ദയും, ചൂടും തണുപ്പും, ഉയർച്ചയും താഴ്ചയുമെല്ലാം ഒരേപോലെയായിത്തീരുന്നു. സമശത്രൗച മിത്രേച തഥാമാന അപമാനയോഹോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു സമസംഗ വിവർജിത. അതുകൊണ്ട് എന്റെ ഭക്തനായവൻ ഈ നിലയിലേക്ക്, നല്ല ശാന്തമായ മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു. ഒരു മാതൃകാ ഭക്തന്റെ നിലവാരത്തെയാണ് ശ്രീകൃഷ്ണൻ ഇവിടെ വിവരിക്കുന്നത്. ആ മാതൃകാ ഭക്തൻ എന്താണ്? ശത്രുവിനോടും മിത്രത്തോടും ഉയർച്ചയോടും താഴ്ചയോടും ജനനത്തോടും മരണത്തോടും വരവിനോടും പോക്കിനോടും സ്തുതിയോടും നിന്ദയോടും ദുഃഖത്തോടും, ദുഃഖത്തിലും സുഖത്തിലും ഏതാണ്ട് നിർവികാരനായി നിൽക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ അവകാശമുണ്ട്. പക്ഷേ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കാൻ അവകാശം. ഭയപ്പെടാൻ അവകാശമുണ്ട്, ഭയപ്പെട്ടുകൊണ്ടേയിരിക്കാൻ അവകാശമില്ല. വാശി ഉണ്ടാവാം, നമ്മള് മനുഷ്യരല്ലേ, വാശി പിടിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റില്ല. 10 മണിക്ക് ദേഷ്യപ്പെട്ടു, എപ്പ തീരണം ദേഷ്യം? എപ്പ തീരണം? 10:05 കറക്റ്റ്.
10:05 ദേഷ്യം തീരണം, പിന്നെ നോർമലാവും. അഹങ്കാരം തോന്നി, മനുഷ്യരല്ലേ, തോന്നാതിരിക്കില്ല. അപ്പൊ 7 മണിക്ക് അഹങ്കാരം തോന്നി, 7:05 ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, കഴിഞ്ഞു. പിന്നെ നോർമല്. എനിക്ക് വാശി തോന്നി, എത്ര മണിക്ക് വാശി തോന്നി? 8:03 വാശി തോന്നി, എത്ര മണി വരെ ആവാം? 8:08. അത് കഴിഞ്ഞാൽ പിന്നെ നോർമലാ. ഇനി അപ്പോഴൊന്നും എനിക്ക് ദേഷ്യം വന്ന അങ്ങനെയല്ല സാറേ, അടുത്ത ദിവസം വരെ എന്റെ മനസ്സിൽ ആ ദേഷ്യം ഉണ്ടാവും, അത് പോവില്ല. അപ്പോഴാണെങ്കിൽ ഒരു പാട്ട് പാടുക, ദൈവമേ കൈതോഴാം കേൾക്കുമാറാ. പതുക്കെ ചൊല്ലണം, ഇപ്പോഴല്ല പിന്നെ. അതായത് ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം പാവമാമെന്നെ നീരാകുമാറാ, അങ്ങനെയല്ല. ഓരോ അക്ഷരം പദപാഠത്തിൽ ചൊല്ലണം. ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം പാവമാമെന്നെ നീ കാക്കുമാറാകണം ദുഷ്ടസംസർഗം വരാതെയായിടണം ശിഷ്ടരായുള്ളവർ തോഴരായിടണം. ഇനി വേറേണ്ട അനഘഗ്രന്ഥം ഇതാരോ തന്നു മർത്യന്റെ മുന്നിൽ തുറന്നു വെച്ചു ജീവന്റെ വിളക്കും കൊളുത്തിവെച്ചു ആവോളം വായിച്ചു മതിമറക്കാൻ കാവ്യപുസ്തകമല്ലോ ജീവിതം. ആസ്വദിച്ചിടണം ഓരോ വരിയും ആനന്ദ സന്ദേശ രസമധുരം. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു പിന്നെയോ ശൂന്യമാം അന്ധകാരം. നല്ല ഒരു പാട്ടാ, അത് ബൈഹാർട്ട് പഠിക്കണം. കാവ്യപുസ്തകമല്ലോ ജീവിതം. അതില് മണ്ടന്മാർ കണക്കുകൾ കൂട്ടുന്നു, കൂട്ടലും കിഴിക്കലും പിഴയ്ക്കുന്നു, പിന്നെ ജീവന്റെ വിളക്കും അണഞ്ഞു പോകുന്ന ആ വരികള് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന വാക്ക് തെറ്റാണ്. നമുക്ക് വാശിയുണ്ടാവില്ല, പകയുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിലിത്രയും വലിയ കാര്യം എന്താ? താൻ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. ഇനി അഥവാ എടുക്കണം തോന്നുകയാണെങ്കിൽ എടുത്തോളാം, ഞാൻ പോവാ. അപ്പൊ യഥാർത്ഥത്തില് ഒരു ഭക്തൻ ശരിക്കു പറഞ്ഞാൽ അൺബോണ്ടഡ് ആണ്, വളരെയധികം വികാരത്തിന് വിധേയമാവില്ല. ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. ശരീരമാണ് ക്ഷേത്രമെന്നും എല്ലാ ശരീരത്തിലും നിലനിൽക്കുന്ന ചൈതന്യം തന്നെയാണ് ശ്രീകൃഷ്ണനെന്നും ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു. ആ ചൈതന്യമാണ് ക്ഷേത്രജ്ഞനെന്ന് അറിയപ്പെടുക. അഹം ബ്രഹ്മാസ്മി. ശ്രീകൃഷ്ണൻ ബ്രഹ്മമാണെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ചൈതന്യവും ശ്രീകൃഷ്ണന്റെ നിയന്ത്രണത്തിലാണെന്ന് അറിയുന്നതാണ് ക്ഷേത്രജ്ഞൻ. ശ്രീകൃഷ്ണനാണ് ക്ഷേത്രജ്ഞൻ. അതിനെക്കുറിച്ച് അറിയുന്നത് ക്ഷേത്രജ്ഞ ജ്ഞാനം. ഈ ക്ഷേത്രജ്ഞ വിവരണം വേദത്തിലും ബ്രഹ്മസൂത്രത്തിലുമുണ്ട്. ക്ഷേത്രമാകട്ടെ വികാര വിചാരങ്ങൾ ഉൾക്കൊള്ളുന്ന പഞ്ചഭൂതങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും അവയുടെ പഞ്ചകർമ്മങ്ങളും ചേർന്നതാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് അല്ലയോ കുന്തിപുത്ര ക്ഷേത്രം എന്ന് പറയുന്നു. അതിനകത്ത് പഞ്ചകർമ്മേന്ദ്രിയങ്ങളുണ്ട്, അവയുടെ പഞ്ചകർമ്മങ്ങളുണ്ട്. അഹങ്കാരമില്ലായ്മ, അതായത് ഇവിടെ ശരിക്കുദ്ദേശിക്കുന്ന അഹംഭാവമില്ലായ്മ. ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്ന അഹങ്കാരം തന്നെയാണ്. അഹങ്കാരം എന്ന വാക്കിന് 2 അർത്ഥമാണുള്ളത്. ഒന്ന് മലയാളത്തിലെ അർത്ഥം അഹങ്കാരം, മറ്റൊന്ന് അഹം എന്ന ബോധം ഉണ്ടാക്കാൻ കാരണമായ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും. ഇവിടുത്തെ അഹങ്കാരം അഹംഭാവമാണ്. അഹങ്കാരമില്ലായ്മ, നിസ്വാർത്ഥത, അഹിംസ, ക്ഷമം, കുടിലതയില്ലായ്മ, ഇന്ദ്രിയ നിഗ്രഹം, മനോനിയന്ത്രണം, ബന്ധനമില്ലായ്മ, അഹംഭാവമില്ലായ്മ, നന്മയോടുള്ള ബന്ധം, സംസാര സാഗരത്തിലെ വേദന, ദുഃഖം, പ്രശ്നങ്ങൾ ഇവയെല്ലാം തിരിച്ചറിയാനുള്ള അവസ്ഥ, എന്റേതെന്ന ഭാവമില്ലായ്മ, സമചിത്തത, തുല്യത, ഭക്തി, ആത്മീയത, ജ്ഞാനം, സത്യം, ധർമ്മം, നീതി, ന്യായം ഇവ ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കണം. ഈശ്വര സാന്നിധ്യം ഇതിലുള്ളത് കൊണ്ട് ഈശ്വരീയമായ ഗുണങ്ങളും ഇവിടെ ഉണ്ടാവണം. പരബ്രഹ്മ പരമാത്മ ചൈതന്യത്തെ കുറിച്ച് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നു. അത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു. സർവ്വതിനെയും കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നു.
സർവ്വതിനെയും കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നു. യത് ചക്ഷുഷാ ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി. പരമാത്മ ചൈതന്യത്തെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യമാണ് പരമാത്മ ചൈതന്യം. ചെവി കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല, പക്ഷെ ചെവിയെ കേൾക്കാൻ അനുവദിക്കുന്ന, ചെവിക്കകത്തുള്ള ചൈതന്യം, കണ്ണിനകത്തുള്ള ചൈതന്യം, മൂക്കില് വാസനിക്കാൻ നമുക്ക് അനുവാദം തരുന്ന ചൈതന്യം, നാക്കില് ടേസ്റ്റ് അനുഭവിക്കാൻ നമുക്ക് അവസരം തരുന്ന ചൈതന്യം, ത്വക്കില് സ്പർശനം തരുന്ന ചൈതന്യം, അതാണ് ആത്മചൈതന്യം. അത് പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗമാണ്. എല്ലാത്തിലും വ്യാപിച്ചു കിടക്കുന്നു. ആദിയും അന്തവുമില്ലാത്ത, നന്മ തിന്മകൾ തീണ്ടാത്തതായ, ഇന്ദ്രിയങ്ങളില്ലാത്ത, അവ്യക്തമായ, ചിന്താതീതമായ, അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന, വിഭജിക്കാനാകാത്ത, വേർതിരിക്കാനാകാത്ത ബ്രഹ്മ വിഷ്ണു ശിവ ചൈതന്യങ്ങൾക്ക് ആധാരമായ, മായാതീതമായ, പ്രകാശപൂർണമായ, പരമജ്ഞാനിക്ക് മാത്രം തിരിച്ചറിയാനാകുന്ന, മനസ്സിലാക്കിയാലും മനസ്സിലാകാൻ വിഷമമുള്ള ആ ചൈതന്യമാണ് പരമാത്മ പരബ്രഹ്മ ചൈതന്യം. അത് ശരീരമാകുന്ന ക്ഷേത്രത്തെ നിരന്തരം ചലനോന്മുഖമാക്കുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചാൽ കിട്ടുമല്ലോ. എല്ലാം കോമയിട്ടാണ്. അവസാനം നമ്മൾ കോമയിലാവരുത്. കൃത്യം മനസ്സിലായി? എല്ലാം കോമയിട്ടാണ് വിവരിക്കുന്നത്. നമ്മൾ കോമയിലാവാതെ ശരീരഘടകമായ പ്രകൃതി കർമ്മനിരതമാകുന്നു. ആത്മചൈതന്യം സ്വബോധത്തോടെയും പ്രജ്ഞാനത്തോടെയും ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നു. ജീവാത്മാവ് പരമാത്മാവിന്റെ തന്നെ ഭാഗമാണ്. അത് സാക്ഷിഭാവത്തിൽ ഓരോ ശരീരത്തിലും നിലനിൽക്കുന്നു. അതാണ് ശരീരത്തിന് മാർഗദർശിയും നിലനിൽപ്പിന് ആധാരവും ജീവാത്മാവാണ്. ശരീരത്തിന് മാർഗദർശിയും നിലനിൽപ്പിന് ശരീരത്തിന്റെ സത്വമായിട്ടുള്ളതും ഈ ജീവാത്മ ചൈതന്യം തന്നെയാണ്. ഈ ചൈതന്യത്തെ പ്രപഞ്ച പുരുഷ ചൈതന്യമായും നിർവചിക്കാറുണ്ട്. അത് ഹൃദയമണ്ഡലത്തിൽ അധിവസിക്കുന്നതായി ചിലരറിയുന്നു. എന്നാൽ മഹത്തായ ഈ ശാസ്ത്രസത്യം നീ മനസ്സിലാക്കണം അർജുന. പ്രകൃതിയുടെയും പ്രപഞ്ച പുരുഷ ചൈതന്യത്തിന്റെയും സമഞ്ജസമായ കോംപ്ലിമെന്ററിയായ ഏകത്വത്തിലാണ് ചരാചരങ്ങൾ നിലനിൽക്കുന്നത് എന്ന് നീ മനസ്സിലാക്കണം. പഞ്ചഭൂതങ്ങളും പഞ്ചപ്രാണനും പഞ്ചകർമ്മേന്ദ്രിയവും പഞ്ചജ്ഞാനേന്ദ്രിയവും മനസ്സും പരമാത്മ ചൈതന്യവും ഒരുമിച്ച് ചേരുന്നതാണ് 69-70 കിലോഗ്രാം ഭാരമുള്ള ദാമോദരൻ നായരും കല്യാണിക്കുട്ടി അമ്മയും എന്നൊക്കെ തിരിച്ചറിയണം. ഇതൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോ അവസാനം നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല സുഖമായിട്ട് ജീവിക്കുക, സന്തോഷിക്കാൻ പഠിക്കുക, നല്ല രീതിയിൽ കുട്ടിപ്പട്ടാളമൊക്കെ ഒന്ന് കാണാം. പരമാത്മ ചൈതന്യം നിങ്ങൾക്ക് തോന്നണ്ട് ഞാൻ എപ്പോഴും ടിവിയുടെ മുമ്പിലാണെന്നില്ലേ? നിങ്ങൾ പലരും പറയുമ്പോ എനിക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്യണത്. ഞാൻ ഏതെങ്കിലും സിനിമാ പേര് പറഞ്ഞ അമ്മയ്ക്ക് 72 വയസ്സായി, അമ്മ ഇടത്തോട്ടൊക്കെ നോക്കും. എല്ലാവരും നോക്കണ്ട. ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി കാണുകയല്ല. ഞാൻ മുകളിൽ ഇരുന്നുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് എഴുതും. കുറേ എഴുതി കഴിഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്റെ വൈഫ് ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. അവൾ കുറച്ച് സുഖമില്ല. അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നൊരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് അപ്പൊ എന്താണോ ടി വിയിലുള്ളത് അതെന്റെ തലയിൽ വരും. അതാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതല്ലാതെ ഞാനിതൊന്നും മുഴുവനും കാണാറോ നോക്കണോ ഒന്നുമില്ല. അതെനിക്ക് കാണുന്നത് തന്നെ ശരിക്കും അറപ്പാ. അത് പ്രസന്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ അവിടെ ഉണ്ട് എന്ന് ഞാൻ കാണാതെ പ്രസന്റ് ചെയ്താൽ, ഞാൻ കാണാതെ പറഞ്ഞാൽ എന്തായിരിക്കും? അവനവൻ കാണാത്തതും അറിയാത്തതും ചിന്തിക്കാത്തതൊക്കെ ഇവിടെ വിളമ്പുന്നത്. സാറ് പറഞ്ഞതല്ല ശരി, ഇതാണ് ശരി എന്ന് നിങ്ങൾ തിരിച്ചു പറയില്ലേ? അപ്പൊ കാണാത്തത് എങ്ങനെ ഞാൻ പറയാ? അതുകൊണ്ട് ചെറിയ പക്ഷെ നന്ദനം എന്ന സിനിമ 37 പ്രാവശ്യം കണ്ടു. അടുത്ത പരബ്രഹ്മ പരമാത്മ പ്രപഞ്ച പുരുഷ ചൈതന്യം എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ പ്രകാശിപ്പിച്ച് ചൈതന്യവത്താക്കുന്നത്, അതുപോലെ ജീവാത്മ ചൈതന്യം, പരമാത്മ ചൈതന്യം, പരബ്രഹ്മ ചൈതന്യം ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണോ പ്രകാശോന്മുഖമാക്കുന്നത്, അതേപോലെ നമ്മുടെ ശരീരത്തിലുള്ള ജീവാത്മ ചൈതന്യം ശരീരത്തെ പ്രകാശമാനമാക്കുന്നു. ഒരു വരി നോക്കുക. As is the microcosm, so is the macrocosm. As is the human body, so is the cosmic body. നല്ലൊരു വരിയ. As is the microcosm, so is the
മാക്രോകോസം. എങ്ങനെയാണോ പിണ്ടാണ്ടമുള്ളത് അതേപോലെയാണ് ബ്രഹ്മാണ്ടമുള്ളത്. ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി, സോ ഈസ് ദ കോസ്മിക് ബോഡി. ഇതെവിടെയുള്ളതാ? ആരെങ്കിലും അഹം എന്ന സിനിമയില് തലപ്പാവും കെട്ടിക്കൊണ്ട് മോഹൻലാൽ നടക്കണില്ലേ? ഇത് പറഞ്ഞതിന് ശേഷമാണ് ഒരു പാട്ട് വരുന്നത്. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, പാതിമെയ്യായ മാതാവിനോ പാതിമെയ്യായ പിതാവിനോ 10 മാസം ചുമന്ന് എന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ. എന്ത് ഗംഭീര പാട്ടല്ലേ! അതൊക്കെയല്ലേ ആത്മീയത. അതാണ് ശരിക്കും അപ്ലൈഡ് സ്പിരിച്വാലിറ്റി. അതൊക്കെ കണ്ട് തരിച്ച് കയ്യും കെട്ടിയിരുന്നൊന്ന് ചിന്തിക്കുക. യു വിൽ റീച്ച് ടു ദി അൾട്ടിമേറ്റ് പോയിന്റ്. അതൊരു ഭ്രാന്തന്റെ അഭിനയമല്ല, അത് എമ്പതിയാ, നമ്മുടെ മനസ്സിന്റെ അഭിനയാണത്. അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ കുറേശ്ശെ അതിൽ തന്നെ ക്രേസി ആവണമെന്നല്ല പറഞ്ഞത്. അതെല്ലാം നമുക്ക് വഴികൾ കാണിക്കുന്നതാണ്. കോടാനകോടി സൂര്യന്മാർ എങ്ങനെയാണോ പ്രപഞ്ചത്തെ പ്രകാശമാനമാക്കുന്നത്. ഏതാ വരിന്ന് മനസ്സിലായോ? 16ാമത്തെ പേജില് സെന്ററിലുള്ളതാണ് ഇപ്പൊ വായിച്ചത്. സെന്ററിൽ പരബ്രഹ്മ പരമാത്മ ചൈതന്യം വായിച്ചു. അതുപോലെ അതിന്റെ കണ്ടിന്യൂവേഷൻ, ജീവാത്മ ചൈതന്യം ശരീരത്തെയും പ്രകാശമാനമാക്കി കർമ്മനിരതമാക്കുന്നു. കോടാനകോടി സൂര്യന്മാർ എങ്ങനെയാണോ പ്രപഞ്ചത്തെ പ്രകാശമാനമാക്കുന്നത് അതുപോലെ തന്നെ ആത്മചൈതന്യവും ഈ ക്ഷേത്രമാകുന്ന ശരീരത്തെ പ്രകാശപൂരിതമാക്കുന്നു. ഈ ശരീരം മദ്യവും മാംസവും ലഹരി പദാർത്ഥങ്ങളും കൊണ്ട് മലിനമാക്കരുത്. അത് ധർമ്മമായി കർമ്മം അനുഷ്ഠിക്കുവാനുള്ള ഉപകരണമാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരമാണ് ധർമ്മത്തിന്റെ സാധനമായിട്ട് നിലനിൽക്കുന്നത്. അടുത്തത് ഗുണത്രയ വിഭാഗ യോഗം. ഈ പ്രകൃതി മാതാവായും ഞാൻ എല്ലാ ചരാചരങ്ങളുടെയും പിതൃസ്ഥാനീയനായും നിലകൊള്ളുന്നു. അഹം ബീജപ്രദപിത. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിലും സ്വതസിദ്ധമായ 3 ഗുണങ്ങൾ അധിവസിക്കുന്നു അർജുന. സത്വഗുണമുണ്ട്, എല്ലാത്തിലും സത്വഗുണമുണ്ട്, എല്ലാത്തിലും രജോ ഗുണവുമുണ്ട്, എല്ലാത്തിലും തമോ ഗുണവുമുണ്ട്. അത് പ്രകൃതിയുടെ 8 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉദയം ചെയ്യുന്നതും നിലകൊള്ളുന്നതും. ഓരോന്നിലും മനുഷ്യനിലുമുണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം. വാളംപുളിയിലുമുണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം. റോസാപ്പൂവിലുമുണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം. കാലാവസ്ഥയിലുമുണ്ട് സത്വഗുണം രജോ ഗുണം തമോ ഗുണം. നദിയിലുമുണ്ട്, മണ്ണിലുമുണ്ട്, ചെടികളിലുമുണ്ട്, മൃഗങ്ങളിലുമുണ്ട്. എല്ലാത്തിലും ഒരെണ്ണത്തിൽ തന്നെ 3മുണ്ട്. അതിന്റെ പ്രൊപ്പോർഷൻ വ്യത്യാസപ്പെടും. ചിലതിൽ സത്വഗുണം കൂടുതലാണ്, ചിലതില് രജോ ഗുണം കൂടുതലാണ്, ചിലതില് തമോ ഗുണം കൂടുതലാണ്. ഈ വരി മറക്കരുത്. എല്ലാത്തിലും ഇതുണ്ട്. സത്വഗുണം മാത്രമുള്ള ഒന്നും ലോകത്തിലില്ല, രജോ ഗുണം മാത്രമുള്ള ഒന്നും ലോകത്തിലില്ല, തമോ ഗുണം മാത്രമുള്ള ഒന്നും ലോകത്തിലില്ല. 3മുണ്ട്. സത്വഗുണം കൂടുതലുള്ളവര് ദേവന്മാര്, രജോ ഗുണം കൂടുതലുള്ളവര് മനുഷ്യര്, തമോ ഗുണം കൂടുതലുള്ളവര് അസുരന്മാര്. എല്ലാ മനുഷ്യരാണെങ്കിലും ഗുണത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ദേവന്മാരും മനുഷ്യന്മാരും അസുരന്മാരും എന്ന് നമ്മൾ ചിത്രീകരിക്കുന്നു. ഇതിൽ സത്വഗുണം ശ്രേഷ്ഠവും സന്തോഷം, സംതൃപ്തി തുടങ്ങിയ നന്മ നിറഞ്ഞ വികാരങ്ങൾക്ക് ആധാരവുമാണ് സത്വഗുണം. എന്നാൽ രജോ ഗുണമാകട്ടെ മധ്യമവും ആഗ്രഹം, ഇച്ഛാശക്തി, ബന്ധനം, വെല്ലുവിളി, ധീരത എന്നിവയ്ക്ക് രജോ ഗുണം കാരണമാകുന്നു. അപ്പൊ രജോ ഗുണം വേണ്ടെന്നല്ല, രജോ ഗുണം ഈ ഗുണങ്ങൾ നമുക്ക് തരുന്നു. ഒരു പട്ടാളക്കാരന് വേണ്ടത് സത്വഗുണമല്ല, ഒരു പട്ടാളക്കാരന് വേണ്ടത് രജോ ഗുണമാണ്. പറയണം, ശ്രീരാമൻ മാംസം കഴിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശ്രീരാമൻ ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയന് വേണ്ടത് സാത്വിക ഗുണമല്ല, ശത്രുവിനെ കാണുമ്പോൾ ധീരമായിട്ട് അതിനെ നിഗ്രഹിച്ച് അചഞ്ചലമായിട്ട് മുമ്പോട്ട് പോകാനുള്ള വ്യക്തിക്ക് രജോ ഗുണ സമൃദ്ധമായ ഭക്ഷണമാണ് വേണ്ടത്. സത്വഗുണ സമൃദ്ധമായ ഭക്ഷണം കഴിച്ച ആളെ കാർഗിലിലേക്ക് വിട്ടാൽ എന്ത് സംഭവിക്കും? ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറിയിൽ വിട്ടു കഴിഞ്ഞാൽ അയാൾ അവിടെ ചെന്ന് ഓം നമഃ ശിവായ പറഞ്ഞോണ്ട് അവിടെ പോകേണ്ടവര് വേറെയാ. ആരാച്ചാര് എന്ന് കേട്ടിട്ടുണ്ടോ? ആരാച്ചാര് കേട്ടിട്ടുണ്ട്? തൂക്കിക്കൊല്ലാൻ വേണ്ടി. അയാൾക്ക് സത്വഗുണവും രജോ ഗുണവും നല്ലോണം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഈ തൂക്കിക്കൊല്ലാൻ പോകുന്ന ആളുടെ കാല് തൊട്ട് വന്നിച്ചിട്ട് ജഗന്നിവാസ കരുണാമുരാരേ മുകുന്ദ ഭക്തപ്രിയ വാസുദേവ, വരുന്ന രോഗങ്ങൾ അകന്നു പോകാൻ വരം തരേണം എന്റെ ഗുരുവായൂർ. അപ്പൊ ഞാൻ തന്നെ കൊന്നോട്ടെ, ആ നല്ലോണം നാമം ജപിച്ചോളാട്ടോ എന്ന് പറഞ്ഞ് കഴുത്തിൽ കയറിടാൻ അയാൾക്ക് പറ്റുമോ? പറ്റില്ല. അയാൾക്ക് വേണ്ടത് തമോ ഗുണാണ്. അയാൾക്ക് വേണ്ടത്, കാരണം കൊല്ലാൻ അയാൾ പോകുന്നതേ തമോ ഗുണമാണ്.
അയാൾക്ക് വേണ്ടത് എന്ന് തിരിച്ചറിയാം. സ്വാർത്ഥതയും തിന്മയും ആലസ്യവും പ്രദാനം ചെയ്യുന്നതാണ് തമോ ഗുണം. സത്വഗുണം സന്തോഷത്തിനും രജോ ഗുണം കർമ്മനിരതത്വത്തിനും തമോ ഗുണം തെറ്റുകൾക്കും കാരണമാകുന്നു. രജസ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. രജസ് അത്യാഗ്രഹത്തിനും സ്വാർത്ഥതയ്ക്കും അശ്രാന്ത പരിശ്രമത്തിൽ സന്തോഷത്തിനുമുള്ള പരക്കം പാച്ചിലിനും രജോ ഗുണം കാരണമാകുന്നു. ത്രിഗുണങ്ങളിൽ ഏതൊന്നിന്റെയാണോ ആധിക്യം നമ്മളിലുള്ളത് അയാൾ അതായിത്തീരുന്നു. ദേഹവിയോഗം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പുനർജന്മമായിരിക്കും അയാൾക്ക് ലഭിക്കുക. സത്വഗുണം കൂടുതലുള്ളവന് സാത്വികമായ പുനർജന്മവും രജോ ഗുണം കൂടുതലുള്ളവന് രാജസീകമായ പുനർജന്മവും തമോ ഗുണം കൂടുതലുള്ള ആൾക്ക് താമസികമായിട്ടുള്ള പുനർജന്മവുമായിരിക്കും കിട്ടുക. ചിലരൊക്കെ വളരെ ഭീകരമായ ജീവിതം നയിക്കുന്നവരായിട്ട് ജനത്തിൽ തന്നെ നമുക്കത് ചിലപ്പോൾ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റും. എന്താ കാരണം? കഴിഞ്ഞ ജന്മത്തിന്റെ ക്യാരീഡ് ഓവർ ടു ദി നെക്സ്റ്റ് ജനറേഷൻ. സത്വഗുണം ഉയർച്ചയ്ക്കും രജോ ഗുണം അതേ അവസ്ഥയ്ക്കും തമോ ഗുണം അധപതനത്തിനും കാരണമാകുന്നു. സത്വഗുണം ഉയർച്ചയ്ക്കും രജോ ഗുണം അതേ നിലനിർത്താനും തമോ ഗുണം താഴ്ത്തേക്ക്. ആർക്കാണോ ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തത്, ആർക്കാണോ ആകർഷണ വികർഷണങ്ങൾ പരിധിക്കപ്പുറം സ്വാധീനിക്കാത്തത്, ആരിലാണോ ഭേദഭാവങ്ങളില്ലാത്തത്, ആരിലാണോ സമചിത്തതയുള്ളത്, അവരെ പറയുന്ന പേരാണ് ഗുണാതീതർ. ശരിക്കും ശ്രീകൃഷ്ണൻ പറയുന്നത് വേദങ്ങൾ പോലും ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. സത്വരജസ്തമോ ഗുണങ്ങളുടെ വിവരണം വേദങ്ങളിൽ ഉള്ളത് കൊണ്ട് ഹേ അർജുന, നീ വേദത്തിന്റെയും അപ്പുറത്തേക്ക് പോവുക, വേദത്തിന്റെയും അപ്പുറത്തേക്ക് പോവുക. എന്തൊരു രസാറിയോ? അതിന്റെ ശരിക്കർത്ഥം 1 മണിക്കൂർ പറഞ്ഞാലേ മനസ്സിലാവും. അപ്പൊ വേദാതീതനാവുക, കർമാതീതനാവുക, അതിനപ്പുറത്തേക്ക് കടക്ക. അപ്പൊ ശരിക്ക് ഈ ഗുണാതീതനാവുമ്പോൾ നമുക്ക് ഈ 3 ഗുണങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. 3 ഗുണങ്ങൾക്കും അതീതരാണ് അവർ ഈശ്വരാംശം എന്ന ബോധത്തിൽ സംതൃപ്തിയോടെ തന്നെ ജീവിക്കുന്നു. അവർക്ക് മാനാപമാനങ്ങളും ശീത ഉഷ്ണ സ്വാധീനവും സ്തുതിയും നിന്ദയും കർമ്മ കർത്തൃത്വ ഭാവവും, ഞാനാണ് കർമ്മം ചെയ്തത്, ഞാനാണത് നിർദ്ദേശിച്ചത് എന്ന ഭാവവും ഒന്നും ഇല്ലാതെ തന്നെ ഗുണാതീതന്മാരായവര് ഭൂമിയിൽ നിലനിൽക്കുന്നു. അവർ ആത്മാഭിമാനത്തോടുകൂടി ആത്മജ്ഞാനിയായി പരമാനന്ദത്തോടുകൂടി ജീവിക്കുകയും ജീവിതത്തെ അഭിമുഖീകരിക്കുകയും ചെയ്ത് അന്ത്യത്തിൽ എന്നിൽ തന്നെ എത്തിച്ചേരുന്നു. ശരിക്കും ആലോചിക്കുക, മാതാ അമൃതാനന്ദമയിക്കെതിരെ ഗെയിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ മീഡിയ 1-ലും കൈരളി ചാനലിലും ഇന്റർവ്യൂ നടത്തിയത് നിങ്ങൾക്കറിയാലോ. ആ സമയത്ത് അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? മക്കളെ, ഇതെല്ലാം വരട്ടെ, ഇതെല്ലാം വന്ന് നിലനിൽക്കേണ്ടത് നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ പ്രകൃതി ഇല്ലാതെയാ. ഗെയിലാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അവര് നിലനിൽക്കട്ടെ, നമ്മുടെ പ്രവൃത്തിയാണ് നിലനിൽക്കേണ്ടതെങ്കിൽ നമ്മുടെ പ്രവൃത്തി നിലനിൽക്കട്ടെ. ഞാൻ അതിനുശേഷം അമൃതാനന്ദമയി പടത്തിൽ പോയിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ലോകത്തിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം കിട്ടി. ഒക്ടോബർ മാസം 3-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്, ഒക്ടോബർ മാസം 2-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഭഗവാൻ സത്യസായി ബാബ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം കൊടുക്കാൻ ഇപ്രാവശ്യം ഭാഗ്യം കിട്ടിയത് എനിക്കാ. വൈകുന്നേരം 4 മണിക്ക് പുട്ടവർത്തിയിൽ ചെന്ന് സായിബാബ സ്വാമി ഇരിക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് 1 മണിക്കൂർ സന്ദേശം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോ എനിക്ക് കിട്ടിയ ഭാഗ്യം 4 തൊട്ട് 4:18 വരെ ഞാൻ അവിടെ പ്രഭാഷണം നടത്തിയപ്പോ ആ 18 മിനിറ്റ് അടിച്ചു പൊളിച്ചൊരു മഴ. അതിന് മുമ്പ് മഴയില്ല, അതിന് ശേഷവും ഇല്ല. എനിക്ക് തന്നെ സന്തോഷം തോന്നി. ഇപ്രാവശ്യം 4 തൊട്ട് 5 വരെ എന്റെ ക്ലാസ് കഴിഞ്ഞ് സായിബാബയുടെ ഒരു CD അവിടെ ഇട്ടു. ഞാൻ പറഞ്ഞത് തന്നെ സായിബാബ പറഞ്ഞു, സായിബാബ പറഞ്ഞത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. രണ്ടും എക്സാക്ട്ലി വേർഡ് ബൈ വേർഡ്. അത് തെലുങ്കില്, ഞാൻ മലയാളത്തില്. ഞാൻ എന്റെ PhD എടുത്തത് ഹൈദരാബാദിലാ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിലാണ്. അപ്പോ 2.5 വർഷം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തെലുങ്ക് നല്ലോണം എനിക്ക് കേട്ടാ മനസ്സിലാവും, കുറെ സംസാരിക്കാനും പറ്റും. അപ്പൊ രണ്ടും ഒരേപോലെ. എന്തിനാ ഇത് പറഞ്ഞറിയോ? അവർക്കൊക്കെ ഏൽക്കുന്ന നന്മ തിന്മകളൊന്നും അവരുടെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല. ആ ലെവലിൽ എത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തില് നമുക്ക് ഉണ്ടാവാൻ സാധിക്കണം.
ലോകത്തിൽ നിലനിൽക്കുന്ന ഏതൊന്നിലും, സസ്യലതാദികളിലും, മൃഗങ്ങളിലും, മണ്ണിലും, വായുവിലും, ജലത്തിലും, ഔഷധത്തിലും എല്ലാം ഈ 3 വിഭാഗത്തിൽപ്പെടുന്നവ ഗുണദോഷങ്ങളുണ്ട്. എല്ലാത്തിലുമുണ്ട് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും. അളവിൽ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു.